ഒരേ ടേസ്റ്റ് തന്നെ കറികൾ കൂട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്കൊരു മടുപ്പാവുകയല്ലേ. ഒരേ തരം കറിയായി കഴിഞ്ഞാലും ഒന്നിരാടമാണെങ്കിലും മാറ്റി മാറ്റി ട്രൈ ചെയ്യുമ്പോൾ നമുക്കതിനകത്തിലൊരു വ്യത്യസ്തത തോന്നത്തില്ല. അപ്പം നമുക്കൊരു കറിയോടും കഴിക്കുന്ന ആഹാരത്തിനോടും ഒരു വലിയ ഇഷ്ടം തോന്നുകയില്ല. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കണം. അപ്പം നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ രുചികൾ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിന്നിവിടെ ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പാണ്. വേവാൻ ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനായിട്ട് 4 കഷ്ണം പച്ചമുളക്, 2 കഷ്ണം ചുമന്നുള്ളി, അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടണം, എങ്കിലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത്യാവശ്യം ഈ കറി നമുക്ക് ചോറിനും മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചപ്പാത്തിക്കാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തിലേക്ക് ചീരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈസൂർ ചീരയുമുണ്ട്, അപ്പച്ചീര അഥവാ ചായ മനസ്സ എന്ന് പറയുന്ന ആ ഒരു ചീരയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇലക്കറികൾ എപ്പോഴും ആരോഗ്യത്തിന് വളരെ ഉത്തമമാണല്ലോ. നമ്മുടെ കുഞ്ഞു മക്കൾ ഇലക്കറികൾ കഴിക്കുന്നില്ല എങ്കിൽ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവർ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെട്ട് കഴിക്കുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് ഇതിനകത്തിലേക്ക് ചീര നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഇനി വേറെ കുറച്ച് സാധനങ്ങളൂടെ വേണം. അപ്പം ഞാൻ തക്കാളി 2 എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3-4 കഷ്ണം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അരിയുമല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി കരിഞ്ഞു പോകരുത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി എരിവ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മിതമായ രീതിയിലുള്ള എരിവ് മതിയാകും. ഇനി ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സാമ്പാർ പൊടി. അപ്പോൾ സാമ്പാർ പൊടി നന്നായിട്ട് മൂത്തിട്ട് വേണം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചീര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ചീരയും ഈ മിക്സും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി കറിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയും തക്കാളിയും ചീരയും എല്ലാം കൂടെ വേകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീരയും തക്കാളിയും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാവുന്നതാണ്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ചീരയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നുമില്ല, വളരെ ചെറിയ എമൗണ്ട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് വീണ്ടും എടുത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് നല്ലതായിട്ട് പാകമായിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഈ പരിപ്പിലേക്ക് ചീരയും തക്കാളിയും കൂടെ വഴറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.